വേദിയിലിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈ ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ആരവങ്ങളും കളികളും ചിരികളും കുസൃതികളും ഒന്നുമില്ലാത്ത ഒരു ലോകത്തേക്ക് ഞാൻ മടങ്ങുകയാണ്. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ 62 വർഷത്തെ ദാറുൽ ചരിത്രത്തിൽ 26 വർഷം ഈ സ്ഥാപനത്തെ സേവിക്കാൻ എനിക്ക് ദൈവം അവസരം തന്നു. അൽഹംദുലില്ലാ. ലോകത്ത് ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇനിയും ഒരടുത്ത ജന്മത്തിൽ എവിടെ ജോലി ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഞാൻ ഉറപ്പായിട്ടും പറയും, എനിക്ക് എൻ്റെ മാനേജർ ബാബു സേട്ടിൻ്റെയും അഫ്ഷബായിയുടെയും കൂടെ ഈ ദാറുൽ ഉലൂം സ്കൂളിൽ ഒരു വൊക്കേഷണൽ ടീച്ചറായിട്ട് തന്നെ വർക്ക് ചെയ്യണമെന്ന് പറയും. കാരണം ഇവിടെ കുറേ അവാർഡുകളും നേട്ടങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. ഇതൊരു കുടുംബമാണ്, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചട്ടക്കൂടുകളോ ഒന്നുമില്ല. സ്നേഹം കൊണ്ട് നമ്മളെ കീഴ്പ്പെടുത്തുന്ന നമ്മുടെ മാനേജ്മെൻറ്റും, നമ്മളോടൊപ്പം നമ്മുടെ സഹോദരരും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരും, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളെ സ്വന്തം അമ്മയെ പോലെ കാണുന്ന കുഞ്ഞു മക്കളും. ഇതിൽ കൂടുതൽ നമുക്ക് പ്രവർത്തിക്കാൻ എന്ത് സാഹചര്യമാണ് വേണ്ടത്? എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ സമയങ്ങൾ ഈ സ്കൂളിലാണ് ഞാൻ ചെലവഴിച്ചതെന്ന് ഹൃദയത്തിൽ നിന്ന് തന്നെ പറയുകയാണ്. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയോ അപ്പനെ പോലെയോ ഒക്കെ സ്നേഹിക്കുന്ന ബാബു സേട്ട്, ഒരു സഹോദരിയെ പോലെ സ്നേഹിക്കുന്ന അഫ്ഷബായി, ഓടി വന്ന് നമുക്കൊരു സെൽഫി എടുത്താലോ, എപ്പോഴും എന്നോട് സെൽഫി എടുക്കും അഫ്ഷബായി. ഓരോ വിശേഷ ദിവസങ്ങളിലും ആടിനെ ഇറക്കുമ്പോൾ വീട്ടിൽ വന്നിട്ട് അതിൻ്റെ ഒരു ഷെയർ എനിക്ക് തരും. കഴിഞ്ഞ പ്രാവശ്യം അത് തന്നപ്പോൾ അഭിഷേക് പറഞ്ഞ ഒരു വാക്കുണ്ട്, ജീവനുള്ളിടത്തോളം കാലം ഇവിടെ വന്നിത് വാങ്ങണം, ഇത് സിജിക്കുള്ളതാണ്, റിട്ടയർ ചെയ്ത് പോയി എന്ന് വിചാരിക്കരുതെന്ന്. ഇന്നിപ്പോൾ നമ്മുടെ നാസർ ലത്തീഫ് സാർ പറഞ്ഞതുപോലെ ഞാൻ ഭയങ്കര ഷോ ഓഫാന്ന് പറഞ്ഞു. പക്ഷെ ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആണ്. ഞാൻ പഠിച്ചിരിക്കുന്നതും അങ്ങനെയാണ്. നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മുടെ പ്രസൻസ് നമ്മളവിടെ അറിയിക്കുക. ഇവിടെ ഒരു ലിഫ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ആ ലിഫ്റ്റിലുണ്ടായിരുന്നു. നമുക്ക് ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ ബാക്കി വെക്കാനുള്ളത് ഈ സൗഹൃദങ്ങളും ഈ സ്നേഹങ്ങളും മാത്രമാണ്. പണ്ടൊക്കെ നമ്മൾ ബുക്ക് വായിച്ച് അറിവ് കൂട്ടുമായിരുന്നു. ഇന്നത്തെ കോൺസെപ്റ്റ് അതല്ല, ഹ്യൂമൻ ലൈബ്രറിയാണ്. ആൾക്കാരിൽ നിന്ന് പഠിക്കുക, ആൾക്കാരെ മനസ്സിലാക്കുക. ഏതോ ഒരു ബുക്കിൽ ഹുൽക്രായി വെനുഡായി എന്ന് പറഞ്ഞൊരു ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഇത് തന്നെയാണ്. സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല, മാക്സിമം ആളുകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക. ബൈബിളിൽ പോലും ഞാൻ എപ്പോഴും എന്നെ ശ്രദ്ധിക്കുന്ന ഒരു വാചകം ഇതാണ്. ജീസസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും. മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലുക. പലപ്പോഴും നമ്മൾ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ഇത് വേണം നമ്മൾ നമ്മുടെ കുട്ടികളെ പോലും പഠിപ്പിച്ചു കൊടുക്കാൻ. അതൊരു പരിധിവരെ ദാറുൽ ഉലൂമിൽ ഉണ്ട്. സഹജീവികളോട് കരുണ കാണിക്കുന്ന കുട്ടികൾ. കാരണം ഇത്രയും നല്ലൊരു മാനേജ്മെന്റും ഇത്രയും നല്ലൊരു സ്റ്റാഫും ഇത്രയും നല്ല PTA കൂടെ കൂടി ചേരുമ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉയരങ്ങളിലേക്ക് പോവുകയാണ്. ഇന്ന് മനോഹരമായ സാറ് പറഞ്ഞ പോലെ ശീതീകരിച്ച ഈ ടൗൺ ഹാളിൻ്റെ ഈ നഗരത്തിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വളരെ അഭിമാനത്തോടുകൂടി നമ്മൾ നമ്മുടെ ആനുവൽ ഡേയും യാത്രയപ്പ് എന്നുള്ള വാക്ക് തന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഒരിക്കലും ഞാൻ ഈ വിദ്യാലയത്തിൽ നിന്ന് യാത്രയാകുന്നില്ല. കാരണം എൻ്റെ ജീവിതം, എൻ്റെ സ്പന്ദനമൊക്കെ എൻ്റെ ഈ വിദ്യാലയം തന്നെയാണ്. എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു തന്ന ഈ വിദ്യാലയത്തിനോട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഒരു 90% കൂടെ ഞാൻ പുലർത്തിയിട്ടുണ്ട്. അതുപോലെ ഉയരങ്ങളിൽ പല പല കുട്ടികളെ കാണാൻ. കഴിഞ്ഞ ദിവസം വൈപ്പിനിൽ ഒരു റിസോർട്ടിൽ പോയി താമസിച്ചു. ഈ വിദ്യാലയത്തിൽ എൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ച ഷിബുവിൻ്റെ റിസോർട്ടായിരുന്നു. 3 ഏക്കറിൽ. വളരെ അഭിമാനം തോന്നി. കാരണം ഓരോ കുട്ടിയും ഞാൻ ആഗ്രഹിച്ചതിനെ കഴിഞ്ഞും ഉയരങ്ങളിലെത്തി. അതാണ് ഒരു അധ്യാപികയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിറവ്. അല്ലാതെ അവാർഡോ ഓണേഴ്സോ ഒന്നുമല്ല. എവിടെ ചെന്നാലും സിജി മിസ്സേ എന്ന് പറഞ്ഞ് കൈ പിടിക്കുന്ന കുറേ കുട്ടികൾ, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയുമുള്ള ജീവിതം എങ്ങനെ ഞാൻ ഒരിക്കലും ഞാനിത് സ്റ്റോപ്പ് ചെയ്യില്ല. എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല.
എൻ്റെ കൈകൾ എപ്പോഴും സ്ട്രെച്ച് ചെയ്ത് നിൽക്കും വിദ്യാർത്ഥികളിലേക്കും സമൂഹത്തിലേക്കും. ആർക്കാണ് എന്നെ കൊണ്ട് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുന്നത് അതിലേക്ക് ഞാൻ പൂർണ്ണ മനസ്സോടെ ഇറങ്ങിപ്പോകും. കുറച്ചും കൂടെ മീനിങ് ഫുൾ ആവും. ഇന്ന് ഞാൻ ഡാർലൂമിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ നാളെ എൻ്റെ ജീവിതം ഈ ലോകത്തിൻ്റെ പല കോണുകളിലേക്കും ഏറ്റവും നീഡിയായിട്ടുള്ള ആൾക്കാരിലേക്ക് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ ജീവനായ എൻ്റെ എല്ലാ കുട്ടികൾക്കും എൻ്റെ ഡാർലൂമിനും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹ കൂപ്പുകൈ. I love you, I love you, I love you so much. Thank you.